കടിയൊക്കെ ഉണ്ടാക്കിയതിന്റെ ഫോട്ടോ അങ്ങെടുത്ത് വാട്സപ്പിൽ ഇടുന്നു. അത് മാന്യതയല്ല, മാന്യതക്ക് നിരക്കാത്ത പണിയാണ് പെങ്ങളെ. കാരണം നിന്റെ കുടുംബത്തിൽ ആ ഗ്രൂപ്പിൽ പാവങ്ങൾ ഉണ്ടാകും. നിന്നെ പോലെ എന്നും ഇതുപോലെ നല്ല കടികൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയണമെന്നില്ല. നിന്റെ വീട്ടിൽ എന്നും ഉണ്ടാക്കുന്ന ഈ ഫലഹാരങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോ അത് നിന്റെ സ്റ്റേറ്റസിൽ നീ എടുത്തു വെക്കുമ്പോ നീ കരുതിയത് നീ വലിയ ബൊമ്പത്തി എന്നാണോ? നീ വലിയ ബൊമ്പത്തി എന്ന് നീ കരുതിപ്പോയോ? നീ മാന്യതയില്ലാത്ത പെണ്ണാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കിയ ആഹാര വസ്തുക്കളുടെ ഫോട്ടോ അങ്ങ് ഒപ്പിയെടുത്ത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നവർ, ഇതുപോലെ തന്നെ സ്റ്റാറ്റസിൽ എടുത്തു വെക്കുന്നവർ, അതുപോലെ തന്നെ ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, ആ ഷവർ ഈ ഷവർ, എന്തൊക്കെ ഷവറുകളാ. ഞങ്ങൾക്ക് ആകെ കേട്ട് പരിചയമുള്ള ഒരു ഷവർ ഉണ്ട്. എവിടെയാന്നറിയോ? ബാത്റൂമിൽ ചെന്നാലേ താഴെ ഒരു പൈപ്പ് ഉണ്ടാവും, മുകളിൽ ഒരു ഷവർ ഉണ്ടാവും. ഈ ഷവറല്ലേ എനിക്കൊക്കെ പരിചയമുള്ളൂ. ഇപ്പത്തെ ന്യൂജൻ പെൺകുട്ടികൾക്കോ ആ ഷവർ ഈ ഷവർ, എന്ത് ഷവർ, സുബ്ഹാനല്ലാഹ്. പിന്നെ ഞങ്ങൾക്ക് ഒരു മാ കൂട്ടിയാൽ ഒരു ഷവർമാനെ പരിചയമുണ്ട് അല്ലേ? അത് പരിചയമില്ലാത്ത ഒറ്റ ഒന്നും ഉണ്ടാവില്ല. എപ്പാ നോക്കിയാലും ഇങ്ങനെ തന്നെ ആക്കണം. ഇങ്ങനെ ആക്കണ കാണുന്നില്ല, എപ്പോഴൊക്കെ ഇങ്ങനെ തന്നെ. ഇത് എന്തിന്റെ എഫക്റ്റ് ആണെന്നറിയോ? മൊബൈൽ കണ്ടില്ല നിങ്ങൾ എപ്പോ നോക്കി ഇങ്ങനെ തന്നെ ആക്കണല്ലേ? എന്താ കാരണം? എപ്പോ നോക്കിയാലും ഇവ മൈനസ് കഴിക്കുകയാണ്. അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. ഇപ്പൊ എന്താ പേര്? എന്താണ് മോനെ എന്റെ പേര്? മൈനസ്. എന്താണെങ്കിലും പ്ലസ് അല്ല, സംഭവം മൈനസ് തന്നെയാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ കേരളത്തിലൊക്കെ ഇത് വന്നല്ലോ, മൈനസ് കഴിക്കാൻ പാടില്ല. നമുക്കൊരു മൈനസ് ഇല്ലെങ്കിൽ കഴിക്കുമ്പോ ഒരു പ്ലസ് കിട്ടൂല അല്ലേ? മൈനസ് ഇല്ലെങ്കിൽ കഴിക്കുമ്പോ ഒരു പ്ലസ് കിട്ടൂല. ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരിക്കലും അതാ ഇപ്പൊ ആ ഷവർ ഈ ഷവർ എന്നിട്ടോ അതാ പുതിയ പെണ്ണിന്റെ കൂടെ അവളുടെ കുറെ കൂട്ടുകാരികൾ കോലം കെട്ടിയിട്ട് പഴയ കാലത്ത് പുതിയ പെണ്ണിനെ ചമയിക്കുന്ന ഒരു രംഗമുണ്ടാടിരുന്നു അല്ലേ? എന്റെ നാട്ടിലൊക്കെ പുതിയ പെണ്ണിന്റെ തലക്ക് മുല്ലപ്പൂ വെച്ചു കൊടുക്കുമ്പോ, നിങ്ങള് മല്ലികപ്പൂ എന്നറിയില്ല, മുല്ലപ്പൂ മനസ്സിലായില്ലപ്പാ? എന്താ പറയാ? മുല്ലപ്പൂ തന്നെ പറയാണ്. അതിങ്ങനെ പുതിയ പെണ്ണിന്റെ തലയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഞാനിപ്പോ ഈ അടുത്ത് എവിടെയോ ഒരു സ്ഥലത്ത് വാഴ നിന്നപ്പോ അവിടെ ചോദിച്ചു, ഇവിടെ പുതിയ പെണ്ണിന്റെ തലക്ക് മുല്ലപ്പൂ വെച്ചു കൊടുക്കാറില്ലേ? ഇല്ല ഉസ്താദേ, അതിന് പകരം വേറെ പലത് വെച്ചു കൊടുക്കുകയാണ്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ പുതിയ പെണ്ണിന്റെ കൂട്ടുകാരികളെല്ലാവരും വന്ന് പുതിയ പെണ്ണിന്റെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്നു. മല്ലികപ്പൂ മാറിക്കമ്മാനെ പുതിയ പെണ്ണുക് തങ്ങനെ മങ്ങാനെ. എന്റെ ഭാഷയിൽ എങ്ങനെയാ പറയാ? ഇതിങ്ങനെ വെച്ചിട്ട് പുതിയ പെണ്ണിനെ സന്തോഷിപ്പിക്കുന്നു കൂട്ടുകാരികൾ. പക്ഷേ ഫോട്ടോ എടുക്കാൻ അവിടെ ആളില്ല, വീഡിയോ എടുക്കാൻ സമ്മതമില്ല. മല്ലികപ്പൂ മാറിക്കമ്മാനെ പുതിയ പെണ്ണുക് തങ്ങനെ മങ്ങാനെ. സുബ്ഹാനല്ലാഹ്. ലൈവിൽ ചിലപ്പോ വ്യാരികൾ കാണുന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് കുണിയക്കാർക്ക് എന്ത് തങ്ങനെ മങ്ങനെ, നിങ്ങൾക്ക് വേറെന്തോ ആയിരിക്കും. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഫോട്ടോ എടുക്കാൻ ഒരാളില്ല, വീഡിയോ എടുക്കാൻ ഒരാളില്ല. ഇന്നോ ബ്രൈഡ് ഷവറും മറ്റേ ഷവറും പലതിന്റെ പേരിലും അതേ ഈ പുതിയ പെണ്ണിന്റെ കൂട്ടുകാരികൾ, കൂടെ പഠിച്ച കൂട്ടുകാരികൾ. എന്നിട്ട് ഇപ്പൊ ഒരു പണിയുണ്ട്, എല്ലാത്തെയും ഒറ്റടിക്ക് വിരോധിക്കുകയോ നിഷേധിക്കുകയോ എന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഓവറാകാൻ പാടില്ലല്ലോ. വലാ തഅ്തദൂ, പരിധി വിട്ട് കിടക്കാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ.
പരിധി വിട്ട് കിടക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. നിങ്ങൾ സന്തോഷിക്കൂ, സന്തോഷിക്കണ്ടെന്നല്ല പറഞ്ഞത്. കല്യാണ ദിവസം ഒരു സന്തോഷ ദിവസമാണ്. ആ ദിവസം പിന്നെ തിരിച്ചു വരൂല്ല. കല്യാണം കഴിഞ്ഞ ദിവസം പിന്നെ തിരിച്ചു വരുമോ? ഇപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ പോയത് അതിന് വന്നില്ല. ഇപ്പൊ ഒരു രണ്ടാമത്തൊന്ന് കെട്ടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തൊള്ള തുറക്കാൻ പേടിയാ. എന്താ കാരണം? പറഞ്ഞു പോയി റണ്ട. ആ കാലം പോയില്ലേ? ഓരോരുത്തരത്തെ ഇങ്ങനെ തൊള്ള ഇങ്ങനെ അന്ന് തോർക്ക. അന്ന് പാല് നിക്കാ കഴിഞ്ഞ ഉടനെ ആദ്യത്തെ അവ്വൽ മുലാഖാത്തിന്റെ സമയത്ത് ഒരു പാല് കുടിപ്പിച്ച ഒരു രംഗമില്ലേ? ഓർക്കുണ്ടോ? ഓർക്കുണ്ടല്ലേ? ഓ എന്താ ഉസ്താദ്, ആ രസമൊന്നും ഇപ്പൊ ഇല്ല. അന്ന് പാല് കുടിപ്പിച്ച ഒരു രംഗം എന്താണ് ഇപ്പൊ അന്നത്തെ ഒരു കല്യാണത്തിന്റെ രസം എന്താണ്? എന്നിട്ട് അത് ആരെങ്കിലും അങ്ങനെ ഫോട്ടോ എടുക്കാനുണ്ടോ, വീഡിയോ എടുക്കാനുണ്ടോ? ഇനി അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ ആൽബമിന്റെ ഉള്ളിലുണ്ടാവും. പുറത്ത് വാട്സപ്പിൽ ഷെയർ ഇല്ല, സ്റ്റേറ്റസിൽ എടുത്ത് വെക്കാനില്ല, ആൽബമിന്റെ ഉള്ളില്. അത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നമുക്കൊന്ന് നോക്കാൻ. ഇപ്പൊ പുള്ളോ നോക്കുന്നു. എന്ത് നോക്കുന്ന അറിയോ? അന്നത്തെ ഉപ്പാന്റെ ഉമ്മാന്റെ കല്യാണത്തിന്റെ അന്നത്തെ ഫോട്ടോ നോക്കുമ്പോ മോൻ മിണ്ടുന്നില്ല. മോന്റെ മുഖം ഇങ്ങനെ കളുത്തപ്പം പോലെ വീർത്തിന്. എന്താ മിണ്ടാത്തെ? ഇവന് ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഓനക്ക് എവിടെ നോക്കിയിട്ട് ഒരു ഫോട്ടോ, ചെറിയ കുട്ടി, 2 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടി ഈ ഫോട്ടോ എടുത്തിട്ട് ഉമ്മാനോട് ഉപ്പാനോട് പറയാൻ, ഇത് എന്തിക്ക് നന്റെ വിളിച്ചിട്ടില്ല. ഓൻ കംപ്ലൈന്റ് കൊടുക്കാൻ റെഡിയാണ്. ഇതിനെന്തിനാണ് എന്നെ വിളിക്കാത്തത്? നിന്നെ വിളിക്ക്, നീ എവിടുക്കറ, നീ ഏത് ലോകത്തുണ്ടെന്ന് ആർക്കറിയാം? ഇവൻ ഇത് കാണിച്ചിട്ട് ചോദിക്കുകയാണ്. പക്ഷെ ഉമ്മക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഉൾട്ടായി പോയോ ഉമ്മ പേടിയാ. ഉമ്മ പറയും, നീ ബാപ്പനോട് ചോദിക്കും, ബാപ്പ അവിടെ ഉണ്ടതാ, ബാപ്പ മെല്ലെ ചോദിക്കും. അതൊന്നും എനിക്ക് പറയില്ല, ഉമ്മനോട് ചോദിക്കും. പിന്നെ ഉണ്ടാവും ഏട്ടത്തി, ഉണ്ടാവും ഏട്ടത്തി, കുട്ടിന്റെ ജ്യേഷ്ഠത്തി. ഉമ്മെല്ലാം വിളിച്ചിട്ട് പറയും, നിന്റെ സംശയം എന്താ എന്നോട് ചോദിക്കും, ഞാൻ ക്ലിയർ ചെയ്തുതരാം. അതാ അന്നെ ജ്യേഷ്ഠത്തിയും അനുജനും ജ്യേഷ്ഠനും സഹോദരിയും അതൊരു വല്ലാത്തൊരു ബന്ധല്ലേ അല്ലേ? സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം വല്ലാത്തൊരു ബന്ധമാണ്. ചെറിയ ബന്ധമൊന്നുമല്ല. ഇന്നിപ്പോ എവിടാ ബന്ധം? ഇന്നിപ്പോ എവിടെ ബന്ധം? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്റെ നാട്ടിലെ കളസയിൽ സ്കൂളിലേക്ക് പോകുമ്പോ എനിക്കൊരു സഹോദരിന്റെ അനുജത്തിന്റെ ഒറ്റ അനുജത്തിയുള്ളൂ. അന്ന് എന്റെ വീട്ടിലേക്ക് പോണെങ്കിൽ നമുക്കൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇന്നിപ്പോ തോട്ടമൊന്നുമില്ല കേട്ടോ. അപ്പൊ തോട്ടം ഉണ്ടായിരുന്നു അന്ന് എന്റെ വീട്ടിലേക്ക് പോകുമ്പോണ്ട് പിന്നെ ഒരു പുഴ കടന്നിട്ട് പോണം. അക്കരെ തോട്ടത്തിന്റെ ഉള്ളിലാണ് ഞങ്ങളെ വീട്, ഞങ്ങളെ തോട്ടത്തിന്റെ ഉള്ളിൽ. അപ്പോ മഴക്കാലത്താണെങ്കിൽ ഈ പുഴയിൽ പോകാൻ പറ്റൂല, ഭയങ്കര വെള്ളമല്ലേ. അപ്പൊ പാടത്തു കൂടിയാണ് പോവാ. പാടം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് പാടന്നല്ലേ സംഭവം? അതന്നെ, ഇതന്നെ. അപ്പൊ അത് കൂടെ ഇങ്ങനെ പോവാൻ. അന്ന് പോണ സമയത്ത് സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ പെങ്ങളെ കൈപിടിച്ചിട്ട്, എന്റെ അനുജത്തിയാണ്, അവളെ കൈപിടിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഞാൻ തിരിച്ചു വരുമ്പോ കൈപിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. എന്താ അതിന്റെ ഒക്കെ രംഗം? പക്ഷേ ഇന്ന് ബന്ധമില്ല. ആ സ്നേഹബന്ധങ്ങൾ കുറഞ്ഞുപോയി. കല്യാണം കഴിഞ്ഞിട്ടുള്ള പെങ്ങൾക്ക് ഒരു ഹദിയ കൊണ്ടുപോയി കൊടുക്കാൻ ആങ്ങളക്ക് മനസ്സില്ല. ഉണ്ടോ? അപ്പൊ ആങ്ങള പറയാണ്, എന്തിനാണ് ഞാൻ ഇപ്പൊ കൊടുക്കേണ്ടത്? കല്യാണം അതാ കെട്ടിച്ചയച്ചിട്ടില്ലേ, ഭർത്താവില്ലേ, അളിയൻ വാങ്ങി കൊടുത്തോട്ടെ. അളിയൻ വാങ്ങി കൊടുത്തോളൂ, അളിയൻ കൊടുക്കുന്നത് വേറെയാണ്. പക്ഷേ നിന്റെ പെങ്ങൾ കല്യാണം കഴിഞ്ഞു പോയവളാണെങ്കിലും സഹോദരനായ നീയൊന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന്റെ ഗത്ത് വേറെ തന്നെ. ഗത്ത് എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ഗത്ത് എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? അതിന്റെ ഒരു കിബിറ് വേറെ തന്നെയാണ്. എന്നിട്ടതാ സ്റ്റേറ്റസിൽ 2-3 ഫോട്ടോസ് എടുത്തു വെക്കും ഇവൾ. എന്തിന്? ഭർത്താവിന് കാണിക്കാൻ. എന്റെ സഹോദരൻ വാങ്ങി തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നെ എന്തെങ്കിലും ചെയ്താൽ ചോദിക്കാൻ എന്റെ ആങ്ങളയുണ്ട്, ചോദിക്കാൻ എന്റെ ജ്യേഷ്ഠനുണ്ട്, ചോദിക്കാൻ എന്റെ അനുജനുണ്ട്. സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം അത് വല്ലാത്ത ബന്ധമാണല്ലോ.
ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഇമാം ളഹാഖ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? തക്സുറു ഫീഹിൽ അഹാദീസു, അന്ന് വർത്തമാനങ്ങൾ അധികരിച്ചതാണ്, സംസാരങ്ങൾ അധികരിച്ചതാണ്. അനാവശ്യമായ സംസാരം, വല്ലാത്ത സംസാരമാണ്. ഏതുവരെ അതാ വീട്ടിലുള്ള മുസഹഫ് എടുത്തിട്ട് ഓതാൻ പോലും നേരമില്ലാതെയായി പോയി. ഉമ്മമാരെ, റജബിന്റെ തുടക്കത്തിലല്ലേയുള്ളത്, ഇപ്പോൾ തന്നെ ഖത്മുൽ ഖുർആനിന് തുടങ്ങിക്കോ. ഖുർആൻ ഖത്മ തീർക്കാൻ റമളാൻ വരാൻ കാത്തിരിക്കണ്ട. മിൻഹാ അർബഅത്തുൻ ഹുറൂം, അല്ലാഹുവിന്റെ അരികിലുള്ള 12 മാസങ്ങളെ കൂട്ടത്തിൽ ബഹുമാനമുള്ള 4 മാസങ്ങളിൽ ഒന്നല്ലേ റജബ്. ആ റജബിൽ ഖുർആൻ പാരായണം ചെയ്യണം. കൃഷി ചെയ്യേണ്ടുന്ന മാസമാണ് റജബ്. ആ ചെയ്ത കൃഷിയെ വെള്ളം കൊണ്ട് നനയ്ക്കേണ്ടുന്ന മാസമാണ് ശഅബാൻ. ആ റജബിൽ നട്ടുപിടിപ്പിച്ച കൃഷിയുടെ ഫലം എടുക്കാനുള്ള മാസമാണ് റമളാൻ. അങ്ങനെയല്ലേ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് റമളാനിന് വേണ്ടി ഒരുങ്ങേണ്ടത് ശഅബാൻ അവസാനിക്കുമ്പോഴല്ല, റമളാനിന് വേണ്ടിയുള്ള ഒരുക്കം റജബിന്റെ തുടക്കം മുതൽ തന്നെ ഒരുങ്ങിക്കോ. ഈ റജബിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? പണ്ഡിതന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കസറത്തുൽ ഇസ്തിഗ്ഫാർ. ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, തൗബ അധികരിപ്പിച്ചോ. റജബ് മാസത്തിൽ അധികരിപ്പിക്കേണ്ടത് തൗബയാണ്. ശഅബാൻ മാസത്തിൽ അധികരിപ്പിക്കേണ്ടതോ കസറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കലാണ്. റമളാനിലോ ഖുർആൻ പാരായണം അധികരിപ്പിക്കലാണ് എന്ന് പണ്ഡിതന്മാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റജബിൽ കഴിവിന്റെ പരമാവധി റജബിന്റെ എല്ലാ ദിവസവും തൗബയുടെ ഏട് കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ ഉമ്മമാരെ. ഒറ്റ ദിവസം പോലും മുടങ്ങാതെ റജബ് തൗബയുടെ മാസമാണ്. അതുകൊണ്ട് റജബിൽ തൗബയുടെ ഏട് കയ്യിൽ പിടിച്ചിട്ട് തൗബ ചെയ്യാൻ റമളാൻ വരാൻ കാത്തിരിക്കണ്ട. റജബ് തുടങ്ങിയല്ലോ, ഒറ്റ ദിവസം പോലും മുടങ്ങാതെ തൗബയുടെ ഏട് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ. റജബിൽ അധികരിപ്പിക്കേണ്ടത് തൗബയാണ്, പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ളഹാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വർത്തമാനങ്ങൾ അധികരിച്ചു പോയി. അങ്ങനെയുള്ള ഒരു കാലം വരും. എന്തിനേറെ പറയണം? ഹത്താ യബ്ഖൽ മുസ്ഹഫു അലൈഹിൽ ഗുബാറു ലാ യുൻദറു ഫീഹി. ആ നാടൻ വർത്തമാനങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ വീട്ടിൽ എടുത്തു വെച്ച മുസ്ഹഫിനെ നോക്കാൻ നേരമില്ല. ആ മുസ്ഹഫിൽ പൊടിപടലങ്ങളായിട്ടുണ്ട്, ആ മുസ്ഹഫിലേക്ക് നോക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലം വരുമെന്ന് ളഹാഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ സുഖം കുറഞ്ഞു കിട്ടൂ. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഞാൻ കൂടുതലൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ നമ്മൾ നന്നായി ചിന്തിക്കണം. നമുക്കാകെ പറയാനുള്ളത് സങ്കടങ്ങളാണ്, നമുക്കാകെ പറയാനുള്ളത് രോഗങ്ങളാണ്, നമുക്കാകെ പറയാനുള്ളത് വിഷമങ്ങളാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല, എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ, രോഗം വന്നാൽ അത് എന്റെ ആഖിറത്തിൽ എനിക്കൊരു വലിയ നേട്ടം കിട്ടാനാണ്, സ്വർഗത്തിൽ എനിക്ക് വലിയ പദവി കിട്ടാനാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഒരു മുഅ്മിനായ മനുഷ്യവും ഒരു അവിശ്വാസിയായ മനുഷ്യൻ, 2 പേര് മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാം. ഇവിടെ അടുത്ത് പുഴയുണ്ടോ? ഉണ്ടോ? ദൂരെ എവിടെ നിന്ന് ഉണ്ട് എന്നൊരു മറുപടി കിട്ടിയല്ലോ. ഇവിടെ പുഴ ഉണ്ടോ മനുഷ്യന്മാരെ? ഇല്ല. പിന്നെ മോൻ എവിടെ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞു. വേറെന്തെങ്കിലും കേട്ടുണ്ടാവും, കുറെ ദൂരം ഉണ്ടാവും.
ഉമ്മമാരെ, ദയവ് ചെയ്ത് കുട്ടികളെ സ്കൂളിൽ ലീവുള്ള സമയത്തോ മദ്രസ ഒഴിവുള്ള സമയത്തോ ഒന്നും ഒറ്റക്ക് പുഴയ്ക്ക് അയക്കാൻ പാടില്ല കേട്ടോ. വളരെ ശ്രദ്ധിക്കണം. അപ്പോ ഈ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. ഉണ്ടോ? ചില ചെറുപ്പക്കാരൊക്കെ പറയും മീൻ പിടിക്കാൻ പോണ ഒരു രംഗം നോക്കണം റബ്ബേ. ഉണ്ടോ? ഈ കൂട്ടത്തിലുണ്ട് ആരെങ്കിലും മീൻ പിടിക്കണം പോണ ബക്കറ്റുണ്ട്? അല്ല, ഇങ്ങനെ എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് രണ്ടും കണക്കാം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുവരുന്നു. നല്ല സംഭാവന നിങ്ങൾ അതിലിടണം. അല്ലാഹു തആല എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ സഹായിക്കുന്നത് അതൊക്കെ അല്ലാഹു റാഹത്താക്കി തരട്ടെ. ഉറക്കെ ഒന്ന് ആമീൻ പറയും. അല്ലാഹു റാഹത്താക്കി തരട്ടെ. ഇല്ലേ, മീൻ പിടിക്കാൻ പോകുന്ന ലക്ഷദ്വീപിൽ ഞാൻ വാതിന് വന്നു. ലക്ഷദ്വീപ് കാണാൻ നല്ല രസമുള്ള നാടല്ലേ. ലക്ഷദ്വീപിൽ വാതിന് വന്നപ്പോ അവിടുത്തെ നമ്മുടെ സഹപ്രവർത്തകർ പറഞ്ഞു, ഉസ്താദേ നമുക്കൊന്ന് മീൻ പിടിക്കാൻ പോകണം. സുബ്ഹാന ജല്ല ജലാലുഹു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മീൻ പിടിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പിടിക്കാൻ പോയാ മതി, കൂടെ ഞാൻ വരും. മീൻ കിട്ടിയാൽ എന്താക്കിയാ മതി, എനിക്കൊന്ന് ചുട്ടിട്ട് തന്നാ മതി, കൂടെ ഞാൻ വരും. അങ്ങനെ അൽഹംദുലില്ലാ പോയി. പാവം ഈ സാധുക്കള്, ഈ പാവം അങ്ങനെ വലിയ സ്നേഹമാണ്. ലക്ഷദ്വീപുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹിക്കുന്ന ആളുകളാണ്. ഞാൻ പലയിടത്തും ലക്ഷദ്വീപിൽ വാതിന് പോയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ അവിടെ ഒരുപാട് വിഷമങ്ങളും പ്രയാസവും ഉണ്ട്. അള്ളാഹു അതൊക്കെ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അവിടെയുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നല്ല സമാധാനവും റാഹത്തും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പോ ഇവരെന്നോട് പറഞ്ഞു, ഉസ്താദേ പുഴയിൽ ഇറങ്ങല്ലേ എന്നാണ്. കടലിൽ ഇറങ്ങല്ലേ? പുഴയല്ല, കടലിറങ്ങാൻ നടന്നു. ഞാൻ പറഞ്ഞു, എന്റെ ഉമ്മ അല്ലെങ്കിൽ തന്നെ കപ്പലിലാണ് പോകണതെന്ന് പറഞ്ഞപ്പോ വേണ്ടടാന്ന് പറഞ്ഞതാ. ഇനിയിപ്പോ നിങ്ങൾ എന്നെ കടലിലോട്ട് ഇറക്കിയ വിവരം ഉമ്മക്ക് കിട്ടിയാല് ഉമ്മ പിന്നെ എങ്ങോട്ട് അയക്കൂല. അപ്പൊ ഇവർ പറഞ്ഞു, ഉസ്താദേ അഥവാ മരിക്കുകയാണെങ്കിൽ ആദ്യം ഞങ്ങൾ മരിക്കൂ, പിന്നെ ഞങ്ങൾ മരിക്കൂന്ന്. പോയിക്കോടെന്ന് പറഞ്ഞാല് ഇവ പറഞ്ഞണ്ട, ആദ്യം ഞങ്ങൾ മരിച്ചിട്ട് ഞങ്ങൾ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാല് മരിക്കാൻ വിടൂല പറഞ്ഞതിനർത്ഥം. പക്ഷേ ഞാൻ പറഞ്ഞിരുന്ന അവരെ സ്നേഹമാണ്. അങ്ങനെ ഭയങ്കര സ്നേഹം, കുനിയക്കാരെ പോലെ തന്നെ. നാടിന്റെ പേര് കുനിയാന്നല്ലേ? കുണിയ അല്ലേ? കുണിയക്കാരെ പോലെ തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ കുണിയക്കാരൻ തന്നെയല്ലേ? സ്നേഹിച്ചു കൊല്ലൂലല്ലോ. നോക്കട്ടെ, ഇപ്പൊ മനസ്സിലായിട്ടില്ല. ഒക്കെ പരിപാടി കഴിഞ്ഞിട്ടാ മനസ്സിലാവുക സ്നേഹിക്കുണ്ടോ. ചില സ്ഥലത്ത് പോയി ചെന്നാല് അതിഥി വന്ന അതിഥിനെ അവിടെ തന്നെ ആക്കിയിട്ട് ഓരൊക്കെ പോവാണ്. അതിഥിന്റെ വണ്ടി ലാസ്റ്റാ പോവാ. നോക്കട്ടെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ. സത്യത്തില് അതിഥി ആദ്യമാണ് വന്ന അതിഥിനെ ആദ്യം പറഞ്ഞയച്ചിട്ട് പിന്നെയാണ് നാട്ടുകാരൊക്കെ പോവാ. അങ്ങനെയാണ് സ്നേഹത്തിന്റെ മേന. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ മീൻ പിടിക്കാൻ പോവാന്നാണ്. അത് വലിയ സംഗതിയാണ് മീൻ പിടിക്കാന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യനും ഒരു അവിശ്വാസിയായ മനുഷ്യൻ 2 പേര് മീൻ പിടിക്കാൻ ചെന്നു. ആദ്യം അവിശ്വാസിയായ മനുഷ്യൻ അതാ ഈ മീൻ പിടിക്കാൻ വേണ്ടി എന്താ ഇടുക? എന്താ നിങ്ങളെ ഭാഷയിൽ പറയാ? ഒന്ന് പറയും, ഇവർക്കൊന്നും അറിയില്ല. ചൂണ്ട. അതാ ആദ്യം അവിശ്വാസിയായ മനുഷ്യൻ ഈ ചൂണ്ടയിട്ടു. സുബ്ഹാനല്ലാഹ്. അവിശ്വാസിയായ മനുഷ്യൻ ആ മനുഷ്യന്റെ ആരാധ്യ വസ്തുക്കളുടെ പേരൊക്കെ വിളിച്ചിട്ടാണ് ചൂണ്ടയിട്ടത്. സുബ്ഹാന ജല്ല ജലാലുഹു. തൊട്ടിപ്പുറത്തു മുഅ്മിനായ മനുഷ്യൻ ഉണ്ട്. ആ മുഅ്മിനായ മനുഷ്യവും കൂടെയുള്ള ചൂണ്ടയങ്ങിട്ടു. ചൂണ്ടയിട്ടപ്പോൾ വയദ്കുറുല്ലാഹ അസ്സ വജല്ല, ആ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ പേരുച്ചരിച്ചിട്ട് ദിക്ർ ചൊല്ലിയിട്ടാണ് ചൂണ്ടയിട്ടത്. സുബ്ഹാന ജല്ല ജലാലുഹു. സൂര്യൻ അസ്തമിക്കുന്ന സമയമായല്ലോ. ഇനി ഇട്ട ചൂണ്ടയങ്ങ് എടുക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ ആ ചൂണ്ടയങ്ങതാ എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാ അതിൽ കിട്ടിയതെല്ലാം ഒന്ന് അവിടുന്ന് പെടക്കുകയാണ്.
ഈ മീൻ ഇങ്ങനെ പിടക്കുകയാണ്. പിടച്ചിട്ടോ അതെല്ലാം വെള്ളത്തിൽ വീണുപോയി. ഫറജഅൽ മുഅ്മിനു വലൈസ മഅഹു ശൈഅ്. ഈ മുഅ്മിനായ മനുഷ്യൻ ഒരു മീനും കിട്ടാതെ ഒരു മത്സ്യവും കിട്ടാതെ മടങ്ങി വന്നു. അതേ സമയത്ത് അവിശ്വാസിയായ മനുഷ്യനോ അതാ കപ്പല് നിറയെ ബോട്ട് നിറയെ മത്സ്യം കിട്ടിപ്പോയി. ഈ മുഅ്മിനായ മനുഷ്യന് വല്ലാതെ സങ്കടമായി പോയി. അപ്പം മലക്കുകൾ പോയിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ഈ മുഅ്മിനായ മനുഷ്യന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ച മലക്കുകള്, ആ മലക്കുകൾ പോയി അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, അബ്ദുക ഹാദൽ മുഅ്മിൻ അല്ലദീ യദ്ഉക റജഅ വലൈസ മഅഹു ശൈഅ്. നിന്നോട് മാത്രം ദുആ ചെയ്യുന്ന നിന്റെ ഈ മുഅ്മിനായ അടിമ, നിന്നെ മാത്രം ആരാധിക്കുന്ന അടിമ, നോമ്പ് നോൽക്കുന്ന അടിമ, നിസ്കരിക്കുന്ന അടിമ, ദിക്ർ ചൊല്ലുന്ന അടിമ, തസ്ബീഹ് ചൊല്ലുന്ന അടിമ, ഈ അടിമ തിരിച്ചു പോകുമ്പോൾ കൂടെ ഒരു മത്സ്യവും കിട്ടിയിട്ടില്ല. അതേ സമയത്ത് വഅബ്ദുകൽ കാഫിർ റജഅ വഖദിം തലഅത് സഫീനതുഹു. അതേ സമയത്ത് നിനക്ക് വേണ്ടി ഒരു റക്അത്ത് പോലും നിസ്കരിക്കാത്ത, സുജൂദ് ചെയ്യാത്ത, നോമ്പ് നോൽക്കാത്ത, ദിക്ർ ചൊല്ലാത്ത, തസ്ബീഹ് ചൊല്ലാത്ത, പോകട്ടെ ഇബാദത്തുകളൊന്നും ചെയ്യാത്തത് മാത്രമല്ല, നിന്നെ കൊണ്ട് വിശ്വസിക്കുക പോലും ചെയ്യാത്ത, അല്ല നിന്നെ അവിശ്വസിച്ച, അല്ലാഹുവാകുന്ന നീ ഇല്ല എന്ന് തന്നെ പറഞ്ഞു നടക്കുന്ന ഈ അവിശ്വാസിയായ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ അതേ കപ്പല് നിറയെ ബോട്ട് നിറയെ മത്സ്യം കിട്ടിപ്പോയല്ലോ. ഇത് ന്യായമാണോ? ലേ, വല്ലാത്തവര് ചോദ്യമാണ്, ഇത് ന്യായമാണോ എന്നൊറ്റ ചോദ്യം. അപ്പോഴാണ് അല്ലാഹു തആല ഈ മുഅ്മിനായ മനുഷ്യനെ കാര്യങ്ങളെ നോക്കാൻ ഏൽപ്പിച്ച മലക്കിനെ വിളിച്ചിട്ട് അല്ലാഹ് പറയാണ്, തആൽ, മലക്ക് ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നേരെ കൂട്ടിക്കൊണ്ടുപോയി. ഫഅറാഹു മസ്കനൽ മുഅ്മിൻ ഫിൽ ജന്ന. മുഅ്മിനായ മനുഷ്യന് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന ഭവനം ഈ മലക്കിന് അല്ലാഹ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു തആല അതാ വീണ്ടും ഈ മലക്കിനെ വിളിച്ചിട്ട് നരകത്തിലുള്ള ഒരു കെട്ടിടം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇത് ആ ബോട്ട് നിറയെ മത്സ്യം കിട്ടിയ ആ മനുഷ്യനില്ലേ, അവിശ്വാസിയായ മനുഷ്യനില്ലേ, അവനുള്ള നരകത്തിലുള്ള കെട്ടിടമാണ്. സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു കൊട്ടാരമില്ലേ, ആ കൊട്ടാരം അതാ ഒരു മത്സ്യം പോലും ഇല്ലാതെ മടങ്ങിപ്പോയ മുഅ്മിനായ മനുഷ്യനില്ലേ, അവനുള്ള കെട്ടിടമാണ്, കൊട്ടാരമാണ്. ഇതിന്റെ മുന്നില് സ്വർഗത്തിലെ ദുനിയാവിലുള്ള മത്സ്യം എന്ത് കണക്കാണ് മനുഷ്യ. ഈ സ്വർഗത്തിലുള്ള കൊട്ടാരത്തിന്റെ മുന്നിൽ ദുനിയാവിലുള്ള മീന് എന്ത് കണക്കാണ് മനുഷ്യ. മുഅ്മിനീങ്ങളെ, എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? ദുനിയാവിലുള്ള പ്രയാസങ്ങൾക്ക് പകരം ആഖിറം സമ്പാദിക്കാനുള്ളതാണ്, സ്വർഗം ലഭിക്കാനുള്ളതാണ്, ആ സ്വർഗത്തിൽ വലിയ സ്ഥാനം ലഭിക്കാനുള്ളതാണ്. അതിനു വേണ്ടിയുള്ള നല്ല ഒരു ജീവിതമായിരിക്കണം സാധുക്കളായ നമ്മുടെ ജീവിതം. നമ്മൾ ദുനിയാവ് സമ്പാദിക്കാൻ മത്സരിക്കുന്നവരാകരുത്. നമ്മൾ ആളുകളൊക്കെ ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോ ഒരു ഈമാനുള്ള മനുഷ്യനാണോ അവൻ ആഖിറം സമ്പാദിക്കാൻ മത്സരിക്കണോ? നമ്മോടാരെങ്കിലും ദുനിയാവ് സമ്പാദിക്കുന്ന വിഷയത്തിൽ മത്സരിക്കുമ്പോ നമ്മൾ ദുനിയാവിന്റെ മത്സരത്തിനല്ല പോകേണ്ടത്. ഞാനൊരു 2 റക്അത്ത്, അവനെക്കാളും ഒരു 2 റക്അത്ത് കൂടുതൽ ഞാൻ നിസ്കരിക്കണം, അവനേക്കാൾ ഒരു 2000 രൂപ കൂടുതൽ ഞാൻ സ്വതക്ക ചെയ്യണം, അവനേക്കാൾ ഒരു ദിവസം കൂടുതൽ ഞാൻ നോമ്പ് നോൽക്കണം. അങ്ങനെ നമ്മൾ ആഖിറത്തിന്റെ വിഷയത്തിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്, ദുനിയാവിന്റെ വിഷയത്തിലല്ല.
ഇതല്ലേ ഈമാനുള്ള മനുഷ്യൻ. ഏത് സമയത്തും കൽബിൽ ചിന്തിച്ചുകൊണ്ടുണ്ടാകേണ്ടുന്നത്. ആ ചിന്ത കൽബിൽ വരുമ്പോൾ യജമാനനായ റബ്ബിനെ ഓർത്ത് കരയാൻ നല്ല സമയം കിട്ടുമല്ലോ. റജബ് കരയാനുള്ള മാസമാണ്, കണ്ണ് നനയാനുള്ള മാസമാണ്. അതുകൊണ്ട് കരഞ്ഞോ, ചിരിച്ചിട്ട് സമയം കൊല്ലരുത്, സമയം വേസ്റ്റ് ചെയ്യരുത്. ഈ അതാ തമാശയുടെ വീഡിയോകൾ കണ്ട് വാട്സപ്പിൽ വരുന്നതെല്ലാം കണ്ട് നിങ്ങൾ വെറുതെ ചിരിച്ചിട്ട് സമയം കൊല്ലണ്ട, അതേ കരയേണ്ടതാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് റബ്ബിനെ ഓർത്ത് ജീവിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച എത്ര മുഅ്മിനീങ്ങളാണുള്ളത്. അതുപോലെയുള്ള ഒരു മരണം കുണിയയുടെ ഇന്നത്തെ വാലിന്റെ സദസ്സിൽ വന്നിരുന്ന് വാല് കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് കിട്ടണ്ടയോ? ഉമ്മമാർക്ക് ലഭിക്കണ്ടയോ? സഹോദരിമാർക്ക് ലഭിക്കണ്ടയോ?